ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വലിയൊരു അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ഓർമ്മയുണ്ടാവും, മറന്നിട്ടൊന്നും കാണത്തില്ല. നമ്മളാരും അങ്ങനെ മറക്കാനും പറ്റില്ലല്ലോ എന്ന് ആ നാണം കെട്ട കളി. അന്ന് മീഡിയാസിനെ എല്ലാം വിളിച്ചുകൂട്ടി എന്താ പറയുക, രാജാവ് എഴുന്നള്ളുന്നേ എന്ന പ്രതീതിയിൽ ഒരു കൊട്ടിഘോഷിച്ച് എന്താ പറയുക, റെന്റ് ഒഴിവാക്കുകയാണ്, ബ്ലാസ്റ്റേഴ്സിന്റെ റെന്റ് കുറച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞത് GCD ചെയർമാൻ ചന്ദ്രൻപിള്ള തന്നെയാണ്. എന്നാൽ അതേ എന്താ പറയുക, ഓന്ത് നിറം മാറുന്നതിനേക്കാൾ സ്പീഡിൽ ചന്ദ്രൻപിള്ള സാറിന്റെ മാറ്റം, GCDയുടെ എക്സിക്യൂട്ടീവ് പാനലിരിക്കുന്ന സാറന്മാർക്ക് പൈസ കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്നു. ഇങ്ങനെയെല്ലാം വന്നപ്പോഴത്തേക്കും സ്വന്തം നാടിന്റെ ടീമെന്ന് പോലും ഓർക്കാതെ അവസാന നിമിഷം പൈസ കൂട്ടി ചോദിക്കൽ, പ്രസ് മീറ്റിനെത്തിയ മീഡിയാസിനെയും അതേപോലെ കോച്ചിനെയും പ്ലേയേഴ്സിനെയും എല്ലാം ഇറക്കി വിട്ട് GCDയുടെ നാണം കെട്ട ഷോ കണ്ടതാണ് കേരളം. അന്ന് കേരളം ചന്ദ്രൻപിള്ള സാറിനോട് ചോദിച്ചതാണ്, പിള്ള സാറേ, ഉളുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? എന്നാൽ അത് അറിയില്ല എന്ന മട്ടിലാണ് ഈ അടുത്തും അതേ പ്രവൃത്തി തന്നെ ആവർത്തിച്ചത്. സ്വന്തം രാജ്യം, ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീം സ്വന്തം രാജ്യം എന്ന് പോലും ഓർക്കാതെയാണ് GCDയുടെ അങ്ങേയറ്റത്തെന്ന വൃത്തികെട്ട പ്രവൃത്തി എന്നത് മറക്കാവുന്നതാണോ? ഒരിക്കലുമല്ല. ശരിയാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ ടീമിന് അവരുടെ കളികൾ നടത്തുന്നതിന് റെന്റ് കുറവാണ്, അല്ലെങ്കിൽ ഫ്രീ ആണ്. GCD എന്നാൽ പൈസ വാങ്ങിക്കുന്നുണ്ട്, എല്ലാം സമ്മതിച്ചു, ഓക്കെ. പക്ഷേ റെന്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മീറ്റിംഗ് കൂടിയാണ് പരിഹരിക്കേണ്ടത്. അല്ലാതെ സ്വന്തം നാട്ടിൽ നിന്ന് കളിച്ചു വളർന്നു പോയി നാഷണൽ ടീമിൽ കളിക്കുന്ന താരങ്ങളെയും അവരുടെ കോച്ചിനെയും മീഡിയാസിനെയും ഇറക്കി വിട്ട് ഈ നാണംകെട്ട പരിപാടി വീണ്ടും ആവർത്തിച്ചാവരുത്. ഇനി KFAയോടാണ്, മെസ്സിയെ കൊണ്ടുവരുന്നതും അർജന്റീൻ നാഷണൽ ടീമിനെ മൊത്തത്തിൽ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നതും അവിടെ നിൽക്കട്ടെ സാറേ. പക്ഷേ സ്വന്തം രാജ്യത്തിന്റെ ടീം, ആ ഒരു ഇന്ത്യൻ നാഷണൽ ടീമിന്റെ കളി ഇവിടെ നടത്താൻ, ഇവിടെ ഒന്ന് സുഗമമായി നടത്താൻ പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ സാറേ, 10 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന കളി ഇവിടെ സുഗമമായി നടത്തുന്നില്ലെങ്കിൽ എൻ്റെ സാറേ, പിന്നെ എന്തിനാണ് ഫുട്ബോൾ വികസന കേരളം എന്നിങ്ങനെ കൊട്ടിഘോഷിക്കുന്നത്? ഇനി GCDയോടാണ്. BCCI ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് കമ്പനികളാണെങ്കിൽ നിങ്ങൾ കാണിക്കുമായിരുന്നു ഇങ്ങനത്തെ മര്യാദക്കേട് എന്നേ ചോദിക്കാനുള്ളൂ. ഈ സിസ്റ്റം എന്ത് മനോഹരമാണ്. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. 10 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഒരു മത്സരം എത്തുന്നത്. അന്ന് 3000 ആയിരുന്നു നമ്മുടെ സ്റ്റേഡിയം അറ്റൻഡൻസ് എന്ന് പറയുന്നത്. 3000, വെറും 3000. അവിടെ നിന്ന് ഇന്ന് ആരാധകർ ഒരുപാട് മാറി, കേരള ഫുട്ബോൾ ഒരുപാട് മാറി. ഇന്ത്യൻ ഫുട്ബോളിന്റെ പർദീസയായി കേരളം എന്ന നാട് മാറിക്കഴിഞ്ഞു. അർജന്റീൻ നാഷണൽ ടീം പോലും അഭിനന്ദിച്ച നാടാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കളി വരുമ്പോൾ നമ്മളിവിടെ ആഘോഷിക്കും, നമ്മൾ എൻജോയ് ചെയ്യുക തന്നെ ചെയ്യും. ഇന്ത്യ ഹോങ്കോങ്ങിനെതിരെ ജയിച്ചാലും തോറ്റാലും നമ്മൾക്ക് ഇന്ന് ഉത്സവമാണ്. അപ്പം കൊച്ചി സ്റ്റേഡിയത്തിൽ നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കാൻ ചെയ്യും. ഇഷ്ടപ്പെട്ടെന്ന് തന്നെ അറിയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ